Hi, good afternoon. Welcome back. നമ്മൾ ഇന്നലെ ഈ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കൗൺസിലിംഗ് സൈക്കോളജി ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി. അപ്പൊ അതിൽ ലാസ്റ്റത്തെ ഭാഗം കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൗൺസിലിംഗ് ആർ ആസ് ഫോളോസ്. നമുക്ക് ആ ഒരു ഭാഗമാണ് ഒന്നും കൂടെ ഒന്ന് നോക്കാനുള്ളത്. Facilitating behavior change so that it leads to reduction of stress, bringing harmony and fulfillment in relationship. കൗൺസിലിംഗ് കൊണ്ടുള്ള കുറച്ച് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ആണ് പറയുന്നത്. അതായത് സ്ട്രെസ്സിന്റെ റിഡക്ഷൻ, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ബ്രിങ്ങിങ് ഹാർമോണി ആൻഡ് ഫുൾഫിൽമെന്റ് ഇൻ റിലേഷൻഷിപ്പിൽ നമുക്ക് ഫുൾഫിൽമെന്റ്, അതേപോലെ തന്നെ ആ ഒരു നല്ല രീതിക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചാവുന്നുണ്ടോ ഒന്ന് ചോറാക്കട്ടെ. അപ്പൊ ആദ്യത്തെ ഗോൾ എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് ബിഹേവിയർ ചേഞ്ച് സോ ദാറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് സ്ട്രെസ്, ബ്രിങ്ങിങ് ഹാർമണി ആൻഡ് ഫുൾഫിൽമെന്റ് ഇൻ റിലേഷൻഷിപ്പ്. അടുത്തത് കൗൺസിലിംഗ് എയിംസ് അറ്റ് സോൾവിംഗ് ദ പ്രോബ്ലംസ് വിത്ത് വിച്ച് ദ ക്ലയന്റ് came to counseling. It thus aims at changing maladaptive behavior and learning effective strategies to solve and prevent problems. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താ? കൗൺസിലിങ്ങിന് എത്തുന്ന ക്ലയൻസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടായിരിക്കും അവർ വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതായത് അവരുടെ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാലഡാപ്റ്റീവ്നെസ് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ ഒരു ഹെൽപ്പ് തേടിയിട്ട് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അത് മാറ്റാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ലേണിംഗ് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു സോൾവ് ആൻഡ് പ്രിവെന്റ് പ്രോബ്ലംസ്. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാം. ആൻഡ് എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽസ് സോ ദാറ്റ് ദേ ക്യാൻ യൂസ് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ്. കോപ്പിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന ഇന്റർവെൻഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കോപ്പിംഗ് സ്കിൽസ് അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജി ഒന്നും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത് promoting decision making, help people make choices and solve problems. Client learns to make effective decisions. Decision making promote ചെയ്യാം. പലർക്കും തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല അല്ലെ. പലരും എന്താണ് ചെയ്യേണ്ടത്, രണ്ട് വഴികൾ ഉണ്ടെങ്കിൽ അതിലേത് വഴി തെരഞ്ഞെടുക്കുന്ന അറിയാതെ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ അവരെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അവരെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഇന്റർപേഴ്സണൽ ആസ് വെൽ ആസ് ഇൻട്രാപേഴ്സണൽ എൻഹാൻസ്മെന്റ് മസ്റ്റ് ബി വർക്ക്ഡ് അപ്പോൺ. ഇന്റർപേഴ്സണലും അതേപോലെ തന്നെ ഇൻട്രാപേഴ്സണലും മറ്റുള്ളവരായിട്ട് ഇന്ററാക്ഷൻ വേണം. അതേപോലെ തന്നെ എന്ത് വേണം? And counseling needs to facilitate exploring the inner potentials of clients. The process of counseling helps in recognizing client strength and steers these toward effective problem solving and decision making. എന്താണ് കൗൺസിലിങ്ങിന്? ആളുടെ ഇന്നർ പൊട്ടൻഷ്യൽസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് എന്താണ്, അതാണ് അവരെ നോക്കേണ്ടത്. അതല്ലാതെ ഇപ്പൊ ഡ്രോയിങ് അറിയാവുന്ന ഒരു കുട്ടീനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവരുടെ സ്ട്രെങ്ത് എന്താണോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് എന്താണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്തത് achievement of positive mental health. An important goal of counseling is promotion of feelings, mental health and well-being. ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാം. അതായത് അവരുടെ നമ്മുടെ കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ഗോൾ എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ഫീലിങ്സ്, മെന്റൽ ഹെൽത്ത്, വെൽബീയിങ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്നലെ നമ്മൾ ഒന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ കേൾക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ ഓടിച്ചു പറഞ്ഞു പോയത്. അപ്പൊ നമുക്ക് ഇന്ന് തൊട്ട് ശരിക്കും എടുക്കാനുള്ളത് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കൗൺസിലേഴ്സ്.
ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കൗൺസിലേഴ്സ്. An effective counselor is required to do the following. Effective counselors ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടല്ല പറയുന്നത്, ജസ്റ്റ് അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആവണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ആ രീതിയിലാണ്. Become aware of oneself and one's fears, anxieties, concerns, motives for helping and strength. ആദ്യം അവെയർ ആയിരിക്കണം അല്ലെ, നമ്മളെ തന്നെ ആദ്യം തിരിച്ചറിയണം, സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്ത് വേണം, സ്വന്തം ഫിയേഴ്സും ആങ്സൈറ്റിയും സ്ട്രെങ്ത്തും മോട്ടീവ്സും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ അതേപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നത് എന്താ, ബിക്കം അവെയർ ഓഫ് വൺ സെൽഫ് ആൻഡ് വൺസ് ഫിയേഴ്സ്, ആങ്സൈറ്റീസ്, കൺസേൺസ്, മോട്ടീവ്സ് ഫോർ ഹെൽപ്പിംഗ് ആൻഡ് സ്ട്രെങ്ത്. ഇനി അടുത്തത്, ബി ഓപ്പൺ ടു റിസീവ് സൂപ്പർവിഷൻ ഫ്രം സീനിയർ പ്രൊഫഷണൽസ്. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ സീനിയർ പ്രൊഫഷണൽസിന്റെ അടുത്ത് നിന്ന് എന്ത് വേണം, സൂപ്പർവിഷൻ സ്വീകരിക്കുക. അതായത് സീനിയർ പ്രൊഫഷണൽസിന്റെ ഗൈഡൻസ് സ്വീകരിക്കാൻ ഓപ്പൺ ആയിരിക്കണം. അടുത്തത്, അവോയ്ഡ് ദ യൂസ് ഓഫ് ടു മെനി ടെസ്റ്റ്. ഒരുപാട് ടെസ്റ്റുകളൊന്നും ഒരു ക്ലയന്റിന്റെ അടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രം ടെസ്റ്റുകൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഒരാള് ഹോബി ആയിട്ട് വന്നു, ആളുടെ അടുത്ത് ഡിപ്രഷന്റെ സ്കെയിൽ കൊടുത്തിട്ട് ചെയ്യാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ആവശ്യമാണെങ്കിൽ മാത്രം, അനാവശ്യമായിട്ട് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. വളരെ അത്യാവശ്യം ഘട്ടത്തിൽ അല്ലെങ്കിൽ തീരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആ ലെവല് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന പക്ഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ആൻഡ് കൺസൾട്ട് അതർ പ്രൊഫഷണൽസ് വെൻ ഫേസ്ഡ് വിത്ത് എൻ എത്തിക്കൽ ഡയലേമ ഇൻ ദ ഫീൽഡ് ആൻഡ് ബി അവെയർ ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് പ്രാക്ടീസ് ദിസ്. അതായത് മറ്റുള്ള പ്രൊഫഷണൽസിനെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാം. എത്തിക്കൽ ഡയലേമ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് മറ്റുള്ള പ്രൊഫഷണൽസിന് വേണമെങ്കിൽ റെഫർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനോട് നമ്മൾ എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ കോൺഫിഡൻഷ്യാലിറ്റി, കൺസെന്റ്, പ്രൈവസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബെനിഫിഷ്യൻസ്, മാലഫിഷ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. പിന്നെ അടുത്തത്, be aware of one's limitations and expertise in providing service in different areas of counseling and refer the client to appropriate professionals. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ക്ലയന്റിന് നമുക്ക് വേണം മറ്റൊരു പ്രൊഫഷണലിന് വേണമെങ്കിൽ റെഫർ ചെയ്യാം. നമുക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇയാളെ എന്നെ ഡയഗ്നോസ് ചെയ്തു, പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എക്സ്പെർട്ടൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതെല്ലാം നമുക്ക് ലിമിറ്റേഷൻസ് നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു പ്രൊഫഷണലിനെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. പിന്നെ അടുത്തത്, ടേക്ക് കെയർ ഓൺ വൺ സൈക്കോളജിക്കൽ വെൽനെസ്. നമ്മുടെ നമ്മൾ സ്വയം പരിചരിക്കണം, സെൽഫ് കെയർ ഉണ്ടായിരിക്കണം. സ്വന്തം മെന്റൽ ഹെൽത്തും സൈക്കോളജിക്കൽ വെൽനെസ്സും ശ്രദ്ധിക്കണം. എല്ലാവരുടെ ക്ലയൻസിന്റെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടിട്ട് അവസാനം നമുക്ക് വട്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ സ്വന്തം ശ്രദ്ധിക്കുക. നമ്മുടെ വെൽനെസ്സും സൈക്കോളജിക്കൽ വെൽബീയിങ്ങും മെന്റൽ ഹെൽത്തും ഒക്കെ ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക വേണം. ഇതാണ് ഒരു ഇഫക്റ്റീവ് കൗൺസിലർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അത് കുറച്ച് പോയിന്റ്സ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണോ പറഞ്ഞേ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ്. ഇഫക്റ്റീവ് കൗൺസിലേഴ്സ് എക്സിബിറ്റ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യത്തെയാണ് ഓക്കെ, ദ സെൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ്. Effective counselors know who they are, what they want out of life, and what they are capable of becoming. അതായത് അവർക്ക് തിരിച്ചറിയണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇരിക്കുന്നത്, അങ്ങനെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. Who they are, what they want out of life, and what they are capable of becoming. അവർക്ക് എന്താണ് ആവേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്, തങ്ങൾ ആരാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവരുടെ പൊട്ടൻഷ്യൽസ് എന്താണ്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ഹൈ ഓൺ സെൽഫ് റിഗാർഡ്. They are capable of giving and receiving help and love out of their own. They have a high sense of self-worth and regard. അതായത് സെൽഫ് റിഗാർഡ് എന്ന് പറയുമ്പോൾ എന്താ, സ്വയം മതിപ്പ് അല്ലെ, സ്വയം മതിപ്പ്. അതായത് സ്വയം മതിപ്പുള്ള ഒരാളായിരിക്കും. മറ്റുള്ളവർക്ക്
സഹായവും സ്നേഹമൊക്കെ കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ അത് സ്വീകരിക്കാനും കഴിവുള്ള ഒരു ആളായിരിക്കണം. സെൽഫ് വർത്ത് ഉണ്ടായിരിക്കണം, സ്വന്തം വില, അതേപോലെ തന്നെ സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് അമിനബിൾ ടു ചേഞ്ച്. ദേ എക്സിബിറ്റ് ആൻ ഓപ്പൺനെസ് ആൻഡ് കറേജ് ടു അഡാപ്റ്റ് ടു വേരിയസ് സിറ്റുവേഷൻസ്. ഏത് സിറ്റുവേഷൻസിനോടും അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ അടുത്ത് വരുന്ന ക്ലയൻസ് പല ടൈപ്പിൽ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെ, ഭയങ്കരമായിട്ട് സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക, അല്ലെങ്കിൽ ഭയങ്കര ഏത് നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ പുച്ഛമായിട്ടുള്ള മനോഭാവത്തോടെ ഇരിക്കുന്ന, അങ്ങനത്തെ ഒരുപാട് പല ടൈപ്പ് ആൾക്കാര് ക്ലയൻസുകളായിട്ട് വരാം. അപ്പൊ ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് അതിനോട് അഡാപ്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഓപ്പൺനെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് അമിനബിൾ ടു ചേഞ്ച് ആൻഡ് ആർ ലൈഫ് ഓറിയന്റഡ്. They live life fully rather than mere existing. അതായത് വെറുതെ ജീവിക്കല്ല ഞാനിവിടെ പറയുന്നത്. ഒന്ന് അഡ്മിറ്റ് ആക്കട്ടെ. They live life fully rather than mere existing. ഇവിടെ വെറുതെ ജീവിതം ജീവിച്ചു തീർക്കല്ല, അതിന്റെ ആ ഒരു മീനിങ് മനസ്സിലായിട്ട് ജീവിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. They live life fully rather than mere existing. അടുത്തതാണ് ജെന്യുവിൻ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. പിന്നെ എ സെൻസ് ഓഫ് ഹ്യൂമർ. They have a realistic perspective and enjoy life with a sense of humor. സെൻസ് ഓഫ് ഹ്യൂമർ, അതായത് റിയാലിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അല്ലെ, നമുക്ക് കാര്യബോധം ഉണ്ടായിരിക്കണം. വെറുതെ നമ്മുടെ ഊഹാപോഹങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് റിയൽ ആയിട്ട് എന്താണോ നടക്കുന്നത് അത് എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റണം. അഡ്മിറ്റ് ദെയർ മിസ്റ്റേക്ക്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന്, കൗൺസിലേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് സമ്മതിക്കണം, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ലീവ് ഇൻ ദ ടുഡേ. They live in the present moment rather than bothering about the past or future. പ്രസന്റ് മൊമെന്റ് എന്താണോ അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നാളെ വരാൻ എന്തിരിക്കുന്നു, അതിനെ കുറിച്ച് ബോധേഡ് ആവരുത്. They live in the present moment rather than bothering about the past or future. അടുത്തത് acknowledge the influence of culture. അതായത് പല കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, അല്ലെ, നമുക്ക് ഒരുപാട് ക്ലയൻസുകൾ വരും, പല ടൈപ്പിൽ പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ വാല്യൂസ് എന്താണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ചില കൾച്ചറിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെ ഡിസിഷൻസിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കും. ചില കൾച്ചർ എങ്ങനെയായിരിക്കും, ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഇന്റർവെൻഷൻ ഈ ഒരു ക്ലയന്റിന് കൊടുക്കണമെങ്കിൽ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു ഇന്റർവെൻഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇന്റർവെൻഷൻ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയണമല്ലോ, എങ്കിലല്ലേ അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വരുന്ന കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതേപോലെ ക്ലയന്റിനോട് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റണം. And earnest interest in the welfare of others. They exhibit care, concern for the welfare of others and respect and value them. നമ്മൾ എന്താണ്, മറ്റുള്ളവരുടെ വെൽഫെയർ അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അതിനാണല്ലോ ഇപ്പൊ കൗൺസിലേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ആൻഡ് എഫിഷ്യന്റ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എഫിഷ്യന്റ് ആയിരിക്കണം. ഡെഡിക്കേറ്റഡ് ടു ദെയർ വർക്ക് ആൻഡ് ഡിറൈവ് മീനിങ് ഫ്രം ഇറ്റ്. വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആവുക, അതിൽ നിന്ന് മീനിങ് കണ്ടെത്തുക. പാഷനേറ്റ് ആയിരിക്കണം. ഏബിൾ ടു സ്ട്രൈക്ക് എ ബാലൻസ്. They are able to balance their personal and professional life by not letting the client's worries and issues affect them emotionally. വർക്കും ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ക്ലയന്റിന്റെ വറീസും ഇഷ്യൂസും ഒന്നും നമ്മളെ ഇമോഷണലി എഫക്ട് ചെയ്യരുത്. പറഞ്ഞ പോലെ ഭയങ്കര സങ്കടമായിട്ടും ദേഷ്യമായിട്ടും ഒക്കെ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ ലൈഫിലോട്ട് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ലൈഫ് ബാലൻസ് ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് പറ്റണം. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഇഫക്റ്റീവ് കൗൺസിലറിന് വേണ്ടത്. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, പക്ഷെ ഞാൻ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വെട്ടി ചെറുതാക്കിയിട്ട് ഇത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണോ? കുറച്ച് അധികം ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടൊരു 8-10 എണ്ണെങ്കിലും നമുക്ക് പഠിച്ചു വെക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു 10 എണ്ണെങ്കിലും നമ്മൾ നോക്കി വെക്കണം. കാരണം കൗൺസിലർ എന്താണ്, കൗൺസിലിംഗ് എന്താണെന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്.
Broadly, guidance and counseling can be grouped into three types such as educational, vocational or career, personal, social counseling. മൂന്ന് ടൈപ്പിലാണ് നമുക്ക് കൗൺസിലിംഗ് വരുന്നത്, അല്ലെങ്കിൽ ത്രീ ടൈപ്സ്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, വൊക്കേഷണൽ ഓർ കരിയർ കൗൺസിലിംഗ്, പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ്. ആദ്യത്തെയാണ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. ആ ടേം പോലെ തന്നെ എന്താണ്? കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് caters to the needs arising from the context of education. നമുക്ക് എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലിംഗിന്റെ ആവശ്യം വരുന്നത്. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് becomes crucial to help the child acquire effective learning strategies. ലേണിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക. സ്റ്റുഡൻസിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ടു ലേൺ. മത്സരിക്കാൻ മാത്രമല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും കൂടെ പഠിക്കണം. പഠനം എങ്ങനെയാണ് പഠിക്കേണ്ടത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നോട്ട് ലേണിംഗ് ടു കോമ്പീറ്റ്. കണ്ടോ, മത്സരിക്കാൻ മാത്രമല്ല, ലേണിംഗ് ടു ലേൺ ആൻഡ് ഫങ്ഷൻ അഡ്യൂക്കേറ്റ്ലി ഇൻ എ ലേണിംഗ് എൻവയറമെന്റ്. ഒരു ലേണിംഗ് എൻവയറമെന്റിൽ അഡ്യൂക്കേറ്റ്ലി എങ്ങനെ ഫങ്ഷൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗിൽ കൊടുക്കുന്നത്. ഇറ്റ് ഓൾസോ അഡ്രസ്സസ് ദ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഓഫ് ദ എലമെന്ററി സ്കൂൾ സ്റ്റുഡൻസ്, ഹൈ സ്കൂൾ സ്റ്റുഡൻസ് ആൻഡ് കോളേജ് ലെവൽ സ്റ്റുഡൻസ്. അതേപോലെ തന്നെ എന്തുണ്ട്, അവരുടെ ഇഷ്യൂസും കൺസേൺസും ഒക്കെ പല ലെവൽ സ്കൂൾ ലെവൽസിലൊക്കെ ഉള്ള അവരുടെ ഇഷ്യൂസും കൺസേൺസും ഒക്കെ എന്താണ് അതൊക്കെ അഡ്രസ് ചെയ്യുക. അതിന് വേണ്ട അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അവരെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇതാണ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് vocational guidance and career counseling. Vocational guidance and career counseling refers to counseling related to the choice of a career and deciding on pursuing a particular career. വൊക്കേഷണൽ ഗൈഡൻസ് പറയുന്നത് എന്താ? നമുക്കൊരു കരിയർ ചൂസ് ചെയ്യാൻ നമുക്ക് ഒരാൾക്ക് അറിയില്ല. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ ഒക്കെ കൺഫ്യൂഷൻ ആണ്. ആ ഒരു കുട്ടിക്ക് നമുക്കൊരു കരിയർ കൗൺസിലിംഗ് കൊടുക്കാം അല്ലെ, വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കാം. കാരണം ഫ്യൂച്ചറിൽ ആ കുട്ടിയുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അവിടെയാണ് വൊക്കേഷണൽ ഗൈഡൻസ് അല്ലെങ്കിൽ വൊക്കേഷണൽ കൗൺസിലിംഗിന്റെ ആവശ്യം വരുന്നത്. ദ കരിയർ ഡിസിഷൻ, കരിയർ സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വൺസെൽഫ്, personality characteristics, skills, interest, aptitudes, the contextual factors, the career itself, nature of job, scope, prospects, etc. and matching between the two. ഇത് രണ്ടും നോക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ സ്കിൽസ് എന്താണ്, ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ആപ്റ്റിറ്റ്യൂഡ് അഭിരുചികൾ എന്തൊക്കെയാണ്, കോണ്ടെക്സ്റ്റുവൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കും. ആൻഡ് കരിയർ ഇറ്റ്സെൽഫ്, അതായത് കരിയറിനെ പറ്റി നോക്കുക. ഏത് തരം ജോബാണ്, ആൻഡ് സ്കോപ്പ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്. എന്നിട്ട് ആൻഡ് മാച്ചിങ് ബിറ്റ്വീൻ ദ ടു. നമ്മുടെ താല്പര്യവും നമ്മുടെ ജോബും കൂടെ ഒന്ന് മാച്ച് ചെയ്തോന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ഒരു എന്താണ് മെക്കാനിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാന്ന് വിചാരിക്കാം, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയി അല്ലെ, പെർഫോമൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ഫലം എന്തായിരിക്കും, ഗ്രോത്തും ഡെവലപ്മെന്റും കൂടുതലായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഡ്രോയിങ് അറിയുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ എസ്തെറ്റിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആളുടെ കഴിവ് എവിടേക്കായിരിക്കും, ആർട്ടിസ്റ്റ് ആവുക അല്ലെ, ഡിജിറ്റൽ ആർട്ട്, പെയിന്റിങ്, അങ്ങനെ ഫൈൻ ആർട്സ്, അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു മേഖലയിൽ ആ കുട്ടിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതൊരു കരിയറിനോടാണോ മാച്ച് ആവുന്നത്, അപ്പൊ നമ്മുടെ പെർഫോമൻസ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാവും. ഇനി അടുത്തതാണ് career counseling is also required related to work stress, adjustment at workplace, communication issues, interpersonal conflict and achieving job satisfaction and happiness at work. അതേപോലെ തന്നെ കരിയർ കൗൺസിലിംഗും ഇത് മാത്രമല്ല, നമുക്ക് ഗൈഡൻസ് കൊടുക്കുക. അത് മാത്രമല്ല, വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് കുറവാണ്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്, എംപ്ലോയീസിന്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, വർക്കിലൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല, ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് കരിയർ കൗൺസിലിംഗ് കൊടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കൗൺസിലിംഗ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഒന്ന് ചാർജർ ഒന്ന് കുത്തട്ടെ, ചാർജ് ചെയ്തില്ലല്ലോ.
മിസ് കേൾക്കുന്നില്ല. ഇല്ല, ഞാനേ ചാർജർ കുത്തിണ്ടായിരുന്നില്ല, അതൊന്ന് കുത്താൻ പോയതാണ് കേട്ടോ. ഇനി അടുത്തത് പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ്. അപ്പൊ 3 ടൈപ്പിൽ മൂന്നാമത്തെയാണ് പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ്. Personal social counseling concerns issues related to the growth and development of oneself and functioning in a social context. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ എവിടെയാണ്? സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്. ചിലപ്പോൾ ഒരാൾക്ക് ആള് വീട്ടിലൊക്കെ ആയിരിക്കും, 10 ആള് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നിൽക്കാൻ പേടിയായിരിക്കും, അല്ലെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം പറ്റുന്നില്ല, ആൾക്കാരൊരു 10-20 ആൾക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് കൊടുക്കാം? പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ് കൊടുക്കാം. അതായത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഇയാൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഒരു ഡിസ്ഫങ്ഷൻ മാറ്റാനായിട്ട് ഈ ടൈപ്പ് കൗൺസിലിംഗ് ആണ് ബെറ്റർ. ആൻഡ് personal social counseling helps to develop emotional competence, resilience, good interpersonal relationship, etc., which contributes to better mental health and well-being. ഏതൊക്കെയാണ് നോക്കുന്നത്? ഇമോഷണൽ കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യാം, റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യാം, ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ 3 ടൈപ്പ് ഒക്കെയാണോ? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് കരിയർ കൗൺസിലിംഗ്, പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ്. 3 ഒക്കെയാണോ? ഓക്കെ. ഇനി അടുത്തതാണ്, അതിൽ തന്നെ നമുക്ക് 4 ഏരിയാസും കൂടെ പറയുന്നുണ്ട്. അണ്ടർ ഈച്ച് ഓഫ് ദീസ് ബ്രോഡർ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് വി ക്യാൻ ഹാവ് ഫർദർ ഏരിയാസ് ഓഫ് കൺസേൺ. Thus, based on the approach that is followed in counseling, we can have 4 types of counseling situations. അതായത് ഡെവലപ്മെന്റലുണ്ട്, ഫെസിലിറ്റേറ്റീവ്, ക്രൈസിസ് ആൻഡ് പ്രിവെന്റീവ് കൗൺസിലിംഗ്. 4 ടൈപ്സ് സിറ്റുവേഷൻ ആണ്, കൗൺസിലിംഗ് സിറ്റുവേഷൻസ് ആണ്. അതിൽ ആദ്യത്തെയാണ് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്. This type of counseling engages with the individual throughout the entire lifespan. It also helps to deal with the various developmental stage-related issues and concerns so that the individual is able to cope with these challenges, function effectively, and progress optimally. അതായത് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ആളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സമ്പൂർണ്ണ വളർച്ച നമുക്ക് എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. ഇവിടെയാണ് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഇമോഷണൽ ഗ്രോത്ത്, സോഷ്യൽ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഇതിന്റെ അണ്ടറിൽ കൗൺസിലിംഗ് കൊടുത്ത് കൂട്ടാനായിട്ട് പറ്റും. അതായത് ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്, അയാളുടെ ഡിഫറെന്റ് സ്റ്റേജസ്, ലൈഫിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ വരുന്ന എബിലിറ്റീസ്, കേട്ടോ, ഒരാളുടെ ഡിഫറെന്റ് സ്റ്റേജസിൽ വരുന്ന എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെ ആളെ ഹെൽപ്പ് ചെയ്യാം. അതാണ് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം, കരിയർ ചൂസ് ചെയ്യണം, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് ഡെവലപ്മെന്റൽ കൗൺസിലിംഗ് കൊടുക്കാം. ഇനി അടുത്തതാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്. This kind of counseling involves facilitating or helping a client clarify the concerns and problems, promotes self-understanding and acceptance, and suggests ways to overcome undesirable behavior or situations. Facilitative counseling എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. ഇതാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് കേട്ടോ. ഇൻവോൾവ്സ് ഫെസിലിറ്റേറ്റിംഗ് ഓർ ഹെൽപ്പിംഗ് എ ക്ലയന്റ് ക്ലാരിഫൈ ദ കൺസേൺസ് ആൻഡ് പ്രോബ്ലം. അവരെ ഹെൽപ്പ് ചെയ്യാണ്. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആളുടെ പ്രോബ്ലംസ് എന്താണ്, ആളുടെ കൺസേൺസ് എന്തൊക്കെയാണ്, അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ആൻഡ് പ്രൊമോട്ട്സ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ്, അത് അവരെ കൊണ്ട് സ്വയം മനസ്സിലാക്കിപ്പിക്കാം. ആൻഡ് സജസ്റ്റ് വേസ് ടു ഓവർകം അൺഡിസൈറബിൾ ബിഹേവിയർ ഓർ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഇവിടെ കൗൺസിലർ ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമായിരിക്കും, തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ക്ലയന്റ് ആണ്. അതാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്. ഡയലേമാസ് റിലേറ്റഡ് ടു ജോബ്സ്, മെറിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്, poor academic performance may benefit from facilitative counseling process. This is remedial or adjustive type of counseling that aids us in progressing from a deficit stage to a functional one, thereby facilitating growth. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ആൾക്ക് സ്വയം മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കി, സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്ക് അതിനെ തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഇവിടെ കൗൺസിലർ ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലയന്റ് എന്ത് ചെയ്യുന്നു? സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് കരിയർ കൺഫ്യൂഷൻ ആണ്. അപ്പൊ കൗൺസിലർ നേരിട്ടിട്ട് പറയുന്നില്ല നീ ഈ സബ്ജക്ട് പഠിച്ചോ, ഈ ജോലി ചെയ്തോ എന്ന് പറയുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ ഇൻട്രസ്റ്റ് എന്താണ്, നിനക്ക് ഏത് ഏരിയ ചൂസ് ചെയ്യാനാണ് ഇഷ്ടം, ഏത് സബ്ജക്റ്റ് ആണ് നിനക്ക് കൂടുതൽ താല്പര്യമുള്ളത്, നിന്റെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ തീരുമാനം എടുക്കുന്നത് ആരാണ്? ആ കുട്ടി തന്നെയാണ്. അതല്ലാതെ കൗൺസിലർ ഇവിടെ തീരുമാനം എടുക്കുന്നില്ല. അതാണ് ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്. ഇത് രണ്ടും ഓക്കെ ആണോ? ഡെവലപ്മെന്റൽ കൗൺസിലിംഗും ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗും ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ക്രൈസിസ് കൗൺസിലിംഗ്. Crisis counseling, as the name indicates, requires an immediate support from a counselor. Irrespective of the nature of crisis, the counselor must accept the situation and remain calm, poised, and be self-assured. This helps reduce the level of anxiety in the client. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താണ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കുക. കാരണം അപ്രതീക്ഷിതമായിട്ട് ഒരു ക്രൈസിസ് വരികയാണ്. അപ്പൊ ഒരു ക്ലയന്റിന് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈസിസ് കൗൺസിലിംഗ് ആണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ സഡൻ പെട്ടെന്ന് ആരെങ്കിലും ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ ആൻഡ് സൂയിസൈഡൽ തോട്ട്സ് വരികയാണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി, ഇപ്പൊ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല അങ്ങനത്തെ ഒക്കെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പലർക്കും നമുക്ക് ക്രൈസിസ് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പറ്റും. കാരണം എന്താ, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ആൻഡ് അടുത്തതാണ് പ്രിവെന്റീവ്. Preventive approach to counseling focuses on self-awareness related to career preparations and decisions, drug awareness, retirement options, enhancing communicative skills, and so on. Thus, it emphasizes on prevention of the problem before it appears by equipping the person to deal with the situation. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മിനിറ്റ് കേട്ടോ. പ്രിവെന്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അതാണ് പ്രിവെന്റീവ് കൗൺസിലിംഗ്. പ്രിവെന്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സ്റ്റുഡൻസിന് നമ്മൾ ഡ്രഗ് അബ്യൂസ് അവയർനെസ് കൊടുക്കും, ലൈഫ് സ്കിൽസ് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും. ഇതെന്താണ്? പ്രിവെന്റീവ് കൗൺസിലിംഗ് ആണ്. കാരണം ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുൻപ് അതെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വരാതെ നോക്കാം, വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ പെട്ടു അതെങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിവെന്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. Thus it emphasizes on prevention of the problem before it appears by equipping the person to deal with the situation. ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പാകമായിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അതാണ് ലാസ്റ്റ് 4 ടൈപ്സ് ഏരിയയിൽ വരുന്നത്. അപ്പൊ ഡെവലപ്മെന്റൽ, ഫെസിലിറ്റേറ്റീവ്, ക്രൈസിസ് ആൻഡ് പ്രിവെന്റീവ്. 4 ഒക്കെയാണ്. അപ്പൊ ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ 3 പറഞ്ഞു. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് കരിയർ കൗൺസിലിംഗ്, പേഴ്സണൽ സോഷ്യൽ കൗൺസിലിംഗ്. അതിൽ തന്നെ 4 ഏരിയാസ് പറഞ്ഞത് ഡെവലപ്മെന്റൽ, ഫെസിലിറ്റേറ്റീവ്, ക്രൈസിസ്, പ്രിവെന്റീവ്. ഓക്കെ ആണോ ഇതൊക്കെ? അപ്പൊ ബാക്കി നമുക്ക് നാളെയും കൂടെ എടുക്കാം. നാളത്തെ ഒരു സെഷനും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരും. ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ആസ്പെക്ട്, പിന്നെ ഇന്ത്യൻ ലൈസൻസ്, അങ്ങനെ 2 കാര്യങ്ങളെ വരുന്നുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ ആണല്ലോ? അപ്പൊ നാളെ ഇതേ സമയത്ത് തന്നെ 2:30 നമുക്ക് സെഷൻ വെക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Okay, thank you. Welcome.